പൈസ തരണില്ലേ? അത് നമുക്ക് പെട്ടെന്ന് തീർക്കാന്ന്. ഇതേനല്ലേ നിങ്ങൾ എന്നും പറഞ്ഞത്? പണിക്കാർ വന്നിട്ട് എത്ര ദിവസമായി? പണിക്കാർ നാളെ വരും, നാളെ എന്തായാലും വരും. ഞാൻ നാളെയും കൂടി കാക്കും. നാളെയും കൂടി നിങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചു. ഞാൻ തന്ന കായ് ഇങ്ങോട്ട് തന്നാളുണ്ട്. എനിക്കിത് പെട്ടെന്ന് പണി തീരണോ? അങ്ങനെ പറയല്ല, എന്തായാലും പണിക്കാർ നാളെ വരും. പണി ഞാൻ എന്തായാലും തീർത്തു തരും. വേറെ ആളെ ഏൽപ്പിച്ചൊന്നും വേണ്ട, ഞാൻ റെഡിയാക്കുന്നു. നാളേക്ക് അപ്പുറം പിന്നെ കാക്കൂലട്ടാ. ഞാൻ നിങ്ങളുടെ അടുത്ത് കണ്ട് വരിക തന്നെയാണ്. നിങ്ങൾ എവിടെ ഉള്ളത്? കാണണം നിങ്ങളെ. അല്ല, എന്തെന്നിപ്പോ നിങ്ങൾ രണ്ടാളും ലീവായത്? അതിന്റെ എളാപ്പാടം മുടിയാഴ്ചയിലേന്ന്. അത് ശരി. ഇയ്യിപ്പോ എന്താ ലീവാക്കിയത്? അത് ഞാൻ പറഞ്ഞിരുന്നല്ലേ എനിക്ക് ചുള്ളിക്കുത്തൊരു കല്യാണം ഉണ്ട് എന്ന്. നിങ്ങളെ മുടിയാഴ്ചയിലും കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാ ഏറ്റെടുത്ത പണിയൊക്കെ തീർക്കുക? വെറുതെ അല്ല ഹിന്ദിക്കാരെ പണിക്ക് വിളിക്കേണ്ടി വരുന്നത്. നിങ്ങൾ കഴിഞ്ഞ ശേഷം പൈസ തരാറിനല്ലേ, അന്ന് പൈസ തരാത്ത? നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസക്ക് നിങ്ങൾക്ക് വലിയ കണക്കാണ്. എനിക്ക് ഈ പണി തീർത്തു കൊടുത്താലേ ഒരു പൈസ തരുള്ളൂ. അത് നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ? അതിന് ആഴ്ചയിൽ 1-2 ദിവസമല്ലേ ഞങ്ങള് ലീവ് ആക്കണുള്ളൂ. ബാക്കിയുള്ള ദിവസമൊക്കെ പണിക്കേണ്ടില്ലേ? അപ്പൊ ആ പൈസ നിങ്ങൾക്ക് വേണ്ടേ? അതൊക്കെ ശരി തന്നെയാണ്. ഈ ആഴ്ച നിങ്ങൾക്ക് രണ്ടാക്കും പൈസ ഇല്ല. അതെന്താ? നിങ്ങൾ വേറെ ആളെ നോക്കി. ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറയാതെ നിവൃത്തിയില്ല. നിങ്ങൾക്ക് എങ്ങനെ പൈസ തരിക? നിങ്ങൾ ചുറ്റിക എടുത്ത് വെക്കൂല, ചട്ടക എടുത്ത് വെക്കൂല, ചട്ടി എടുത്ത് വെക്കൂല, ഗ്രൈൻഡർ എടുത്ത് വെക്കൂല, ഒരു ടൂൾസും നിങ്ങൾ മര്യാദക്ക് എടുത്ത് വെക്കൂല. പണി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നിങ്ങൾ നേരം കഴിഞ്ഞ് ഞങ്ങളാണ്ട് പായ. ഞാൻ ടൂൾസ് വാങ്ങി കുഴങ്ങി. ഇന്നിപ്പോ പൂച്ചക്കാട്ടിൽ അബൂന്റെ പെരയിൽ പോയി നോക്കിയപ്പോ അവിടെ മിസ്സിയും കാണാനില്ല. ഇനി നിങ്ങൾക്ക് ടൂൾസ് മര്യാദക്ക് നോക്കാൻ കഴിയൂലെങ്കിൽ നിങ്ങൾക്ക് പൈസ തരണില്ല. ഞങ്ങള് ടൂൾസ് ഒക്കെ എടുത്തേക്കലുണ്ട്. പിന്നെ പണി എടുക്കണ വീടാകുമ്പോ ഡോറൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ടൂൾസ് ആരെങ്കിലും ഇട്ട് കൊണ്ടുണ്ടാവും. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണേ? ഞങ്ങള് പൈസ വേണോ? അതെങ്ങനെ ശരിയാകുക? ഇന്നിപ്പോ പൂച്ചക്കാട്ടിനോടൊന്ന് പോയ മെഷീനിന് 4500 റുപ്യ വിലയാണ്. നിങ്ങളെ ഏൽപ്പിച്ച സാധനം ഞാനിവിടെ പോയി ചോദിക്കുക. വില ഡോർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നോക്കേണ്ടത് എടുത്തേക്കേണ്ടത് നിങ്ങളെ ഉത്തരവാദിത്തല്ലേ? നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ പേറിനല്ലേ? ഞങ്ങൾക്ക് പൈസ കിട്ടണം. നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല. ഞാനിത് വാങ്ങി തന്ന ടൂൾസ് മുഴുവൻ കണക്കോണ്ട് കാണിച്ചു തരാതെ നിങ്ങൾക്ക് ഇനി പൈസ തരുന്ന പരിപാടിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ പണിക്കാരുണ്ടാന്ന്. ഞാൻ ഇന്നലെ എന്നോട് പറഞ്ഞല്ല ഗ്രൈൻഡർ സ്റ്റോർ റൂം ക്ലീൻ ആക്കി എടുത്തു വെക്കാനേ. ഞാൻ എടുത്തുവെച്ചതാണ്. എടുത്തുവെച്ചേക്കണം. പിന്നെ അവിടെ കാണാതാവില്ല ഇങ്ങനെ. അതിന് ജിന്നോട് എന്തെങ്കിലും ചൂടാണ്. ഞാൻ മാത്രം, എല്ലാവർക്കും ഇല്ല ഉത്തരവാദിത്വം. അതൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് എന്റെ പൈസ കിട്ടണം. അപ്പൊ ഞാൻ എനിക്ക് പൈസ തരാറില്ലേ? അപ്പൊ എന്റെ പൈസ ആരെ തരില്ലേ? ആ ഗ്രൈൻഡർ പിന്നെ കത്തിയതാരെടുത്തുന്ന ഈ അത് വയറ് ഷോർട്ട് ആക്കിയതല്ലേ? അതിന് ഗ്രൈൻഡർ ഇപ്പൊ തമ്മിലെത്തിയ തിരക്കൂന്ന്. ശരിയാണല്ലോ. നാളെ മുതൽ പണിയില്ല. നമ്മൾ കിട്ടാനുള്ള പൈസക്കൊക്കെ തുമ്പുണ്ടാവില്ല. നമ്മൾ അയാളെ പോയി കാണാം. അതാ ബുദ്ധി. വാ, അതാ നല്ലത്.